നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസം 2ാം വാരത്തിൻ്റെ ആഴ്ചഫലമാണ് നമ്മൾ പറയുന്നത്. അതായത് നക്ഷത്ര കൂറുബലം ബേസ് ചെയ്തിട്ടാണ് 12 രാശികളുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക കാൽപാദം ചേർന്നതാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലമായിട്ടാണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ പല പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് പരിഹാരം കിട്ടാനും അല്ലെങ്കിൽ അവർ നേരിട്ട പല ക്ലേശങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകാനും പറ്റുന്ന സാഹചര്യങ്ങൾ ഈ ആഴ്ചയിൽ അവർക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഉള്ള ആൾക്കാർക്ക് വളരെയധികം കീർത്തി ലഭിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് പറയേണ്ടത്. അതായത് കാർത്തിക നക്ഷത്രത്തിലുള്ള ഏർപ്പെടുന്ന തൊഴിൽ എന്തു തന്നെയായാലും അതിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്കും അശ്വതി നക്ഷത്രക്കാർക്കും മോശമല്ല, പക്ഷേ എങ്കിലും അത് കാർത്തികയുടെ അത്രയും കിട്ടില്ല. അതിൽ അശ്വതി നക്ഷത്രക്കാർക്കുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ധനലാഭമാണ്. അവർ നേരിടുന്ന, പ്രത്യേകിച്ച് സാമ്പത്തികപരമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വരികയും പുതിയ പങ്കാളിത്തം ലഭിക്കുകയും അതിലൂടെ അവർക്ക് വലിയ ഒരു അവരുടെ ബിസിനസ് സ്ഥാപനത്തെ വലിയ രീതിയിൽ വളർത്താനും അതോടൊപ്പം പുതിയ മേഖലകളിലേക്ക് പോകാനും അവർക്ക് സാധിക്കുന്നതാണ്. ഭരണി നക്ഷത്രത്തിലുള്ള ജോലിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് പറയുന്നത്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനും അതുപോലെ തന്നെ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാക്കാനും സാമ്പത്തികപരമായിട്ട് ശമ്പളത്തിലും അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിലൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാകാവുന്ന ഒരു കാലമായിട്ടാണ് പറയുന്നത്. മേടരാശിക്കാർ പൊതുവെ വളരെയധികം സന്തോഷത്തോടെയും അല്ലെങ്കിൽ സമാധാനത്തോടെയും അവർക്ക് ആഴ്ച കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിൽ ഭരണി നക്ഷത്രത്തിലുള്ള 2ാം പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് രോഗപീഠ പറയുന്നുണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നുപെടാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള യഥാശക്തി ചികിത്സകൾ നടത്തുകയും അല്ലെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ നടത്തുകയും എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ അവർ നേരിടുന്ന എന്ത് പ്രശ്നങ്ങളായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. മേടരാശിക്കാർ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മറൈൻ സൈഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് കടലുകളിൽ പണിയെടുക്കുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം. അവർക്ക് കടലിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. പൊതുവേ മേടരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായിട്ടുള്ള ഒരു ആഴ്ചയായിട്ടാണ്. ഇടവക്കൂറ് കാർത്തിക മുക്കാപാദവും രോഹിണിയും മകീരത്തിൻ്റെ അരപ്പാദവും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച മോശപ്പെട്ട സമയമായിട്ടാണ് പറയുന്നത്. കാർത്തികയുടെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്കും രോഹിണിക്കും മകീരത്തിലുള്ള ആൾക്കാർക്കും വളരെയധികം മനക്ലേശങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് നടക്കുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അകാരണമായി കലഹിക്കുക, ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മനസ്സിനെ അസ്വസ്ഥമാക്കി കലഹിക്കാനുള്ള ഒരു സാധ്യതയായിട്ടാണ് പറയുന്നത്. ആ രീതിയിലുണ്ടാകുന്ന മനക്ലേശമാണ് അവർക്ക് വളരെയധികം ദുഃഖകരമായി പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വാഹനം മറിച്ചു വിൽക്കുന്ന ആൾക്കാർ, വാഹന സംബന്ധമായി ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ വളരെയധികം സാമ്പത്തികപരമായി ഉന്നതി ഉണ്ടാക്കാവുന്ന ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ വസ്തു വിൽക്കുന്ന ആൾക്കാർക്കും അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാവുന്ന ഒരാഴ്ചയായിട്ടാണ് നമ്മൾ പറയേണ്ടത്. വിദ്യാർത്ഥികളായുള്ള ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കണം. അവർക്ക് അവരുടെ അശ്രദ്ധ കൊണ്ട് അവർ തെറ്റ് ചെയ്യുകയും ആ തെറ്റിനുണ്ട് അവർക്ക് വേണ്ടത്ര ഒരു ഗുണം കിട്ടാതെ വരുന്ന ഒരു കാലം കൂടി ആയിട്ടാണ് പറയുന്നത് ആഴ്ച. അപ്പോൾ ഇടവരാശിക്കാർ പൊതുവെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് യഥാശക്തി ഈശ്വരനെ ഭജിച്ച് മനസ്സിന് ശാന്തി നേടേണ്ടതാണ്. മിഥുനക്കൂറ് മകീരം അരപ്പാദവും തിരുവാതിര പുണർദത്തിൻ്റെ മുക്കാപാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല കാലമായിട്ടാണ് പറയുന്നത്. അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാകും. പലതരത്തിലുള്ള ഏർപ്പെടുന്ന കാര്യങ്ങളിലെ വിജയം, അതേപോലെ തന്നെ വ്യവഹാരങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാർ, കേസ് അല്ലെങ്കിൽ വഴക്കുകൾ കിടക്കുന്ന ആൾക്കാർ, അവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ അവർക്ക് മനഃശാന്തി കിട്ടുകയും
അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ കൂറിലുള്ള മിഥുന രാശിയിലുള്ള തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്ക്, കുറച്ച് ദാമ്പതികളായിട്ടുള്ള ആൾക്കാർക്ക് ദാമ്പത്യ ദുഃഖം പറയുന്നുണ്ട്. അവർക്ക് പങ്കാളിയുമായി ഉണ്ടാകുന്ന വഴക്ക് അല്ലെങ്കിൽ പങ്കാളിയുടെ ദേഹവിയോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ മനസ്സിന് ഉണ്ടായ നഷ്ടങ്ങളിൽ സങ്കടപ്പെടാതെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ച് ഈശ്വരവിശ്വാസത്തോടെയും മനസ്സിന് വേണ്ടുന്ന ധ്യാനം പോലുള്ള ക്രിയകൾ ചെയ്ത് തൻ്റെ മനസ്സിനെ യഥാശക്തി ഉണർത്തി അവരതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് മിഥുന രാശിയിലുള്ള ആൾക്കാർ. എന്നിരുന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധിച്ച് മറ്റുള്ള രീതിയിലുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാതെ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. കർക്കിടക്കൂറ് പുണർദം കാൽപാദവും പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേർന്നാണ് കർക്കിടക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച സുഖദോഷമായിട്ടാണ് പറയുന്നത്. ആയില്യം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് രോഗപീഠയും പൂയം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് അപകടങ്ങൾ, വാഹനങ്ങളിൽ നിന്നുള്ള വീഴ്ചകൾ, അതുമൂലമുണ്ടാകാവുന്ന ആശുപത്രിവാസങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ധനച്ചെലവുകൾ, അങ്ങനെയുള്ള ഒരു ദുഃഖങ്ങൾ എന്നല്ല ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഈ ക്ലേശങ്ങളെല്ലാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് വ്യക്തതയോടുകൂടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ക്ലേശങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്യാനും അതിൽ നിന്നും അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. കർക്കിടക രാശിയിലുള്ള ദമ്പതികൾ സൂക്ഷിക്കേണ്ടതാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ എടുത്തിയാട്ടം മൂലം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികപരമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കും സുഖകരമല്ല, പക്ഷേ ദോഷങ്ങളുണ്ടാവില്ല. നേട്ടങ്ങൾ കുറഞ്ഞാലും കോട്ടം ഉണ്ടാകത്തില്ല. അവരും വളരെ ഭംഗിയായി ശ്രദ്ധിച്ച് തൻ്റെ മനസ്സിന് ശാന്തി വരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം അരപ്പാദവും ചേർന്നതാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ തൃപ്തികരമായ ഫലമാണ് പറയുന്നത്. പലതരത്തിലുള്ള ഉന്നതികൾ, അത് മകം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് നേട്ടങ്ങൾ കിട്ടുക, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളായി പരിശ്രമിക്കുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകാവുന്ന ഒരാഴ്ചയാണ് മകം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക്. മകത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ദുഃഖമുണ്ടാകും. പക്ഷേ എന്നാലും അവർക്ക് അതിനെ തരണം ചെയ്ത് പോകാൻ സാധിക്കുന്ന വഴികൾ വന്നു ചേരുന്ന ഒരാഴ്ചയാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച. അതിൽ ഉത്തരം നക്ഷത്രത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ, ജോലി തേടുന്നതോ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ എഴുതാൻ ശ്രമിക്കുന്നതോ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരം നക്ഷത്രത്തിലുള്ളവർ അവർക്ക് നേട്ടമുണ്ടാകുമെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് യഥാശക്തി ശാന്തി ലഭിക്കണമെന്നില്ല, ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ അതിലൂടെ അവർക്ക് കുറച്ച് ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുവേ ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല രീതിയിലുള്ള ഗുണങ്ങൾ വന്നുപെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അവർ നല്ല രീതിയിൽ അവരെ ഈശ്വരമൂർത്തിയെ ഭജിക്കുകയും മനസ്സിന് ശാന്തി ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ യഥാശക്തി നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതാണ്. കന്നിക്കൂറ് ഉത്രം മുക്കാൽ പാദവും അത്തം ചിത്രയുടെ അരപ്പാദവും ചേർന്നാണ് കന്നിരാശി. കന്നിരാശിക്കാർക്കും ഈ ആഴ്ച ഗുണദോഷ ഫലങ്ങളായിട്ടാണ് പറയുന്നത്. അതിൽ അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആദ്യം സന്തോഷമുണ്ടാകുമെങ്കിലും അവസാനം അത് ദുഃഖത്തിലെത്തും. പ്രത്യേകിച്ച് ബ്രോക്കർമാരായിട്ടുള്ള ആൾക്കാർ അവർ ഉണ്ടാക്കിയ നേട്ടം ആഴ്ച അവസാനത്തോടെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക നഷ്ടത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉത്തരത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. ചിത്ര നക്ഷത്രക്കാർക്കും സുഖദോഷമായിട്ടാണ് പറയുന്നത്. അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ അപകടങ്ങളിൽ ചെന്ന് ചാടിക്കുക, അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നാണ് പറയേണ്ടത്. പറഞ്ഞാൽ കേൾക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ, അതുമൂലമുള്ള ആശുപത്രിവാസങ്ങൾ, അതുമൂലമുള്ള ധനച്ചെലവുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുവെ കന്നിരാശിക്കാർക്ക് പൊതുവെ നല്ല ഒരാഴ്ചയാണ്. അതായത് അവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ അവർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ
നല്ല കാര്യങ്ങൾ നടക്കാനും അതിനു വേണ്ടുന്ന തുടങ്ങി വയ്ക്കാനും സാധിക്കുന്ന ഒരു കാലമാണ് കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച. തുലാക്കൂറ് ചിത്രയുടെ അരപ്പാദവും ചോതി വിശാഖം മുക്കാൽ പാദവും ചേർന്നതാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല ഫലമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും ചോതി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന കാര്യം, ഉദ്ദിഷ്ട കാര്യസാധ്യം. അവർ നാളുകളായി തേടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കുള്ള തുടക്കം കുറിക്കുക. ഇപ്പം ഉദാഹരണമായി പറയുകയാണെങ്കിൽ വീട് വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അവർക്ക് ആ ഗ്രഹം അല്ലെങ്കിൽ ആ വീട് വിൽക്കുകയും അതിൽ നിന്നും മാറി വേറൊരു അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. വസ്തു സംബന്ധമായിട്ട് ക്രയവിക്രയം നടത്താൻ സാധിക്കുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനുള്ള തുടക്കം ഈ ആഴ്ചയിൽ തുലാരാശിക്കാർക്ക് ഉണ്ടാകാവുന്നതാണ്. അതിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ചിത്രൻ അവസാന പാദത്തിലുള്ള നക്ഷത്ര ജാതകർ ആയിട്ടുള്ള മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാർ സൂക്ഷിക്കണം. അവർക്ക് പെട്ടെന്ന് രോഗപീഠ വരാനുള്ള സാധ്യതകൾ അവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് യഥാശക്തി നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം സൂക്ഷിക്കുന്ന ആൾക്കാർ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് പെട്ടെന്ന് അസുഖം വരാനുള്ളൊരു സാധ്യത അവിടെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധയോടുകൂടി തൻ്റെ മനസ്സിന് ശാന്തി കിട്ടുക എന്നാണ് പറയേണ്ടത്. അപ്പോൾ മനസ്സിന് ശാന്തി കിട്ടാനായിട്ടുള്ള ഈശ്വര ഭജനമായിട്ടും അല്ലെങ്കിൽ അതിനുള്ള ധ്യാനം പോലുള്ള മെഡിറ്റേഷനുകൾ ചെയ്തും തൻ്റെ മനസ്സിന് വളരെയധികം ശക്തി ഉണ്ടാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ മനസ്സിന് ശാന്തി ലഭിക്കാൻ യാത്രകൾ നടത്താവുന്നതാണ്. തീർത്ഥയാത്രയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള യാത്രകൾ ചെയ്താലും മനസ്സിന് ശാന്തി ലഭിക്കുന്നതാണ്. അങ്ങനെ ശാന്തി ലഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് യാതൊരു അല്ലലുമില്ലാതെ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ തുലാരാശിക്കാർക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ്. വൃശ്ചിക കൂറ് വിശാഖത്തിൻ്റെ ആദ്യ പാദവും അനിഴം തൃക്കേട്ട ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷം ഫലമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് അനിഴ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാവുക. ദമ്പതികളായാലും മിത്രങ്ങളായിട്ടാണെങ്കിലും കലഹമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആ രാശിയിലുള്ള ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം. സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ അസോസിയേഷനുകളുമായി ബന്ധപ്പെടുമ്പോൾ സൂക്ഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുകൾ തമ്മിൽ, പാർട്ട്ണർമാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് അത് കലഹത്തിലേക്ക് പോവുക, അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക, അങ്ങനെ പലതരത്തിലുള്ള മാനസിക ക്ലേശങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടങ്ങളും നമുക്ക് വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച പറയുന്നുണ്ട്. അനിഴ നക്ഷത്രത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ചും സൂക്ഷിക്കണം. തൃക്കേട്ടയിലുള്ള ആൾക്കാർക്ക് വഴക്കം മൂലമുണ്ടാകാവുന്ന ശത്രുതയാണ് പറയുന്നത്. ശത്രുത മൂലമുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയാലും കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുക, അതുമൂലം അവർ തമ്മിൽ പിണങ്ങി നിൽക്കുക, അങ്ങനെയുള്ള വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്, ബന്ധുമിത്രാദികളോട് നമ്മൾ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കുക. അവരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ അവർക്ക് അവോയ്ഡ് ചെയ്ത് നല്ല ഒരു മനസ്സിന് ശാന്തി ലഭിക്കുന്നതാണ്. ഇവിടെയും സമചിത്തത കിട്ടാനായിട്ടുള്ള ഈശ്വര വിശ്വാസവും ഈശ്വര പ്രാർത്ഥനയും നല്ലപോലെ നടത്തി മുന്നോട്ട് പോവുക. ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുരാശി. ധനുരാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സുഖദുഃഖ ഫലമായിട്ടാണ് പറയുന്നത്. അവർക്ക് ഒരു സുഖത്തിനുള്ള ചാൻസ് കുറവാണ്. ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖമുണ്ടാവില്ല, പക്ഷേ ഒരു സുഖം കിട്ടാത്ത അവസ്ഥ. അവരിൽ നിന്ന് നേരിട്ടിട്ടുള്ള പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വരിക, അല്ലെങ്കിൽ കാര്യങ്ങൾ നീണ്ടുപോവുക എന്നുള്ള കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ചും പറഞ്ഞാൽ ഈ പ്രണയം ഉള്ള ആൾക്കാർക്ക് അവർ തമ്മിലുള്ള ചെറിയ ചെറിയ വാക്കുകൾ മൂലം കലഹം ഉണ്ടാവുക, അസ്വസ്ഥമാക്കുക ഉള്ള ഒരു ഇതാണ് പറയേണ്ടത്. പിന്നെ വീടിനകത്താണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും പേരൻസുമായിട്ട് അകാരണമായി കലഹം ഉണ്ടാക്കുക, അതുമൂലം ഒരു വീടിനകത്തൊരു വിഷാദമുണ്ടാവുക എന്ന് പറയുന്നൊരു കാലമാണ്. അതുപോലെ ദമ്പതികളായാലും ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. പൊതുവേ ഇവിടെയും ഒരു വാക്കുമൂലോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവോ ഉണ്ടാകാവുന്ന മനക്ലേശമാണ് നമ്മൾ പറയുന്നത്.
പക്ഷേ അങ്ങനെ മനക്ലേശം ഉണ്ടെങ്കിലും ഇത് കൂടെ തന്നെ കർമ്മപരമായി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലി തേടുന്നവർക്ക് പുതിയ ജോലി കിട്ടാനും അതുപോലെ തന്നെ നല്ല വലിയ പൊസിഷനിലിരിക്കുന്ന പലർക്കും അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടെ ഈ ആഴ്ച നമ്മൾ ധനുരാശിയിലുള്ള ആൾക്കാർക്ക് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ കാലങ്ങളെയെല്ലാം അതിജീവിക്കാനായിട്ട് അവരുടെ മനസ്സിന് നല്ല രീതിയിലുള്ള പ്രാർത്ഥനാദി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകേണ്ടതാണ്. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ 3/4 പാദവും തിരുവോണം അവിട്ടം അരപ്പാദവും ചേർന്നതാണ് മകരക്കൂറ്. മകരരാശിക്കാർക്ക് ഈ ആഴ്ച മോശപ്പെട്ട കാലമല്ല. പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്ന് പെടുകയും അവർ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന ഒരാഴ്ച കൂടിയാണ് മകരരാശിക്കാർക്ക് ഈ ആഴ്ച. പ്രത്യേകിച്ച് അവിട്ടത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കേസുകൾ വിജയിക്കുക, തനിക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം, അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുക, നമുക്ക് ഫേവറായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടുക, അങ്ങനെയുള്ള ക്രയവിക്രയങ്ങളിൽ ലാഭം ഉണ്ടാക്കുക, നേട്ടമുണ്ടാക്കുക എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. മകരരാശിക്കാരിൽ തിരുവോണ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ആഴ്ചയുടെ ആദ്യത്തിൽ ഉണ്ടായ പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പല തടസ്സങ്ങളും മാറി ആഴ്ച അവസാനത്തോടുകൂടി ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു കാലവുമാണ് മകരരാശിക്കാർ. അപ്പോൾ മകരരാശിക്കാർ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിനെ ശ്രദ്ധിച്ച് തൻ്റെ തീരുമാനങ്ങളെയും അതോടൊപ്പം തന്നെ താൻ ചെയ്യുന്ന പ്രവൃത്തികളും ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. കുംഭക്കൂറ് അവിട്ടം അരപ്പാദവും ചതയം പൂരിട്ടാതിയുടെ 3/4 പാദവും ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല സമയമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും അവിട്ടത്തിൻ്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ, ലാഭങ്ങൾ വരിക, ഭാഗ്യം വരിക എന്നാണ് പറയേണ്ടത്. അതായത് ഇപ്പോൾ ഭാഗ്യക്കുറി എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഭാഗ്യം കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആൻസസ്റ്റർ കിട്ടാതിരുന്ന ആൻസസ്റ്ററിൽ നിന്ന് പൂർവികരുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്വത്ത് ലഭിക്കുക, അങ്ങനെയുള്ള ലാഭം വരിക, പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ലാഭം വരിക എന്നാണ് പറഞ്ഞത് അവിട്ടത്തിൻ്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക്. അതേപോലെ തന്നെ ചതയംകാർക്കും അധ്വാനിച്ചതിന് റിസൾട്ട് കിട്ടുക, താൻ ചെയ്ത ജോലിക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ലാഭമോ ഉണ്ടാകുന്ന ഒരാഴ്ച കൂടിയാണ്. അതുപോലെ തന്നെ പൂരിട്ടാതിക്കാർക്കും മോശപ്പെട്ട ഒരു ആഴ്ചയല്ല, അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് രണ്ട് പേരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, വളരെയധികം ബ്രോക്കർമാരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് വളരെയധികം നേട്ടമുണ്ടാകാവുന്ന ഒരു കാലം കൂടിയാണ് കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ ഇതിൽ മധ്യവയസ്കിലുള്ളവരും അതേപോലെ തന്നെ പ്രായമായ ആൾക്കാർക്കും രോഗപീഠ പറയുന്നുണ്ട്. ആരോഗ്യപരമായി ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളാണ് അവിടെ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ നാഡീസംബന്ധമായ രോഗങ്ങൾ അലട്ടാനുള്ള ഒരു സാധ്യത പറയുന്നത്. നടുവേദന, കാലുവേദന, മുട്ടുവേദന എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ജനറലായിട്ടുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടാക്കാൻ സാധിക്കുക. പക്ഷെ അവരും സമചിത്തതയോടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറി വളരെ നല്ല രീതിയിൽ തൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മീനക്കൂറ് പൂരിട്ടാതിയുടെ അവസാന കാൽപാദവും ഉത്രട്ടാതി രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ഇതിൽ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക്, അവസാന പാദത്തിലുള്ള നക്ഷത്രക്കാർക്ക് കുറച്ച് സങ്കടകരമായ കാലമായിട്ടാണ് പറയേണ്ടത്. അവർക്ക് പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരുള്ളവരാണെങ്കിൽ അവരുടെ ദേഹവിയോഗം, അതിൽ നിന്നും ഒരു സങ്കടം ഉണ്ടാവാം. പക്ഷേ വളരെയധികം മനസ്സിന് സമചിത്തതയോടെ ശാന്തിയോടെ ആ ദുഃഖത്തെ നമ്മൾ തരണം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതിനു വേണ്ടുന്ന യഥാവിധി ക്രിയകൾ ചെയ്ത് മനസ്സിന് ശാന്തി വരുത്താൻ ശ്രമിക്കുക പൂരിട്ടാതിയുടെ അവസാന പാദത്തിലുള്ള ആൾക്കാർ. അതേപോലെ തന്നെ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഒരു മോശപ്പെട്ടതല്ല, പക്ഷേ എന്നിരുന്നാലും മനക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാതെ വരിക,
കിട്ടിയ ജോലി ചിലപ്പോൾ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്. ഇതിൽ രേവതി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് പറയേണ്ടത് അവർക്ക് വിദേശയാത്ര നടത്താനും ആ വിദേശത്ത് വച്ച് മോഹഭംഗം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മനക്ലേശങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാനായിട്ട് യഥാശക്തി പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന ഉപാസനാമൂർത്തിയെ നന്നായിട്ട് ഭജിച്ച് തൻ്റെ മനസ്സിന് ശാന്തി കിട്ടേണ്ടതാണ്. ശാന്തി ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. മീനരാശിക്കാർക്ക് ഇല്ല കുട്ടികൾക്ക് നേട്ടമായിട്ടാണ് പറയുന്നത്. അവർക്ക് അവരുടെ വിദ്യ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവർ മത്സരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ മത്സരത്തിൽ വിജയിക്കാനും സാധിക്കുന്ന ഒരു കാലമാണ് കുട്ടികളായിട്ടുള്ള മീനരാശിയിലുള്ള നക്ഷത്രക്കാർക്ക്. പൊതുവേ 2ാം വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ദോഷങ്ങളുണ്ടായാലും അതിൽ സങ്കടപ്പെടാതെ നല്ല രീതിയിൽ മനസ്സിനെ ശക്തി വരുത്തി യഥാശക്തി പ്രാർത്ഥനാദികളിലൂടെ മുന്നോട്ട് പോയി നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാ നക്ഷത്രജാതകരും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.